ചെന്നൈയിലെ അണ്ണാനഗറിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് അമ്മയെയും സഹോദരനെയും മറ്റ് 2 മക്കളും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഭാഗികമായി തളർവാദം ബാധിച്ച 68 വയസ്സുകാരിയായ അമ്മയും നഗരത്തിൽ സ്വകാര്യ ക്ലിനിക്ക് നടത്തുന്ന 42 വയസ്സുകാരനായ ദന്ത ഡോക്ടറുമാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മരിച്ച ഡോക്ടറുടെ 2 സഹോദരങ്ങൾ, ഇതിലൊരാളുടെ ഭാര്യ, ഇവരുടെ മക്കളായ 17-കാരൻ, 15-കാരി എന്നിവർ ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളും കൊല്ലപ്പെട്ടവരും തർക്കം നിലനിൽക്കുന്ന ഇതേ വീട്ടിൽ തന്നെയായിരുന്നു ഒന്നിച്ച് താമസിച്ചിരുന്നത്. ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന വീടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വീട് നിൽക്കുന്ന സ്ഥലം ഒരു ബിൽഡർക്ക് കൈമാറി ജോയിന്റ് ഡെവലപ്മെന്റ് എഗ്രിമെന്റിലൂടെ പകരം 2 ഫ്ളാറ്റുകൾ വാങ്ങാൻ അമ്മയും കൊല്ലപ്പെട്ട മകനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിനെ ശക്തമായി എതിർത്ത പ്രതികൾ സ്വത്തിന്റെ പൂർണ്ണാവകാശം തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ അമ്മയെയും മകനെയും ഒന്നിനു പുറകെ ഒന്നായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീടിനുള്ളിൽ കാൽവഴുതി വീണ് അപകടമുണ്ടായതാണെന്ന് വരുത്തി തീർക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. ഇതിനായി ഇവരിലൊരാൾ 108 ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും മൃതദേഹങ്ങളുടെ കഴുത്തിലെ പരിക്കുകൾ കണ്ട് സംശയം തോന്നിയ മെഡിക്കൽ ജീവനക്കാർ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. കൊലപാതകത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾക്കും നേരിട്ട് പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടെ അവരെയും ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് BNS സെക്ഷൻ 103 പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത 2 പേരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിലും മറ്റ് 3 പേരെ കോടതിയിലും ഹാജരാക്കുമെന്ന് അണ്ണാനഗർ പോലീസ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.